ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കൂന്തൽ റോസ്റ്റാണ്. കൂന്തൽ റോസ്റ്റിന് ആവശ്യമായ സാധനങ്ങൾ കൂന്തൽ 700 ഗ്രാം കഴുകി വൃത്തിയാക്കുന്നതിന് മുന്നേ 700 ഗ്രാമുള്ള കൂന്തൽ അത് സ്ലൈസ് ചെയ്യുന്നതായിട്ട് വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലെ നമുക്ക് കത്രിക വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മളുടെ കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ടോ നമുക്കത് അരിഞ്ഞെടുക്കാം. പിന്നീട് ആവശ്യമായ സാധനങ്ങളെന്ന് പറഞ്ഞാൽ 2 സവാള, മീഡിയം സൈസ് സവാള സ്ലൈസ് ആയിട്ട് അരിഞ്ഞത്. ഈ ഒരു സ്ലൈസ് ആയ രീതിയിൽ മാത്രമേ നമുക്ക് അരിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിട്ട് നല്ല കുഴമ്പ് രൂപത്തിൽ കിട്ടുള്ളൂ. പിന്നീട് 2 പച്ചമുളക് 4ആയിട്ട് കീറിയേക്കുന്നത്, ഇഞ്ചി ഒരു മീഡിയം സൈസ് കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി ഒരു 4 അല്ലി വെളുത്തുള്ളി നമ്മൾ ഇടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയറുവേദനയും കാര്യങ്ങളൊന്നും ഈ കൂന്തലടിക്കുമ്പോൾ ചിലർക്ക് വയറുവേദന ഉണ്ടാവും. അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വെളുത്തുള്ളി കൂടുതലായിട്ട് എടുക്കുന്നത്. പിന്നെ കറിവേപ്പില. എണ്ണ ചൂടായതിനു ശേഷം നമുക്ക് അതിലേക്ക് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് 2 ടീസ്പൂൺ, വെളുത്തുള്ളി 3 ടീസ്പൂൺ ചെറുതായിട്ട് അരിഞ്ഞത്, പച്ചമുളക് ഇത് 3 തൊട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കും. അതിനോടൊപ്പം 2 മീഡിയം സൈസ് സവാള സ്ലൈസ് ആയിട്ട് അരിഞ്ഞത്. സവാള പെട്ടെന്ന് വാടാനായിട്ട് നമുക്ക് 1 ടീസ്പൂൺ ഉപ്പ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് വേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. സവാള നന്നായിട്ട് വാടിയിട്ടുണ്ട്. നമുക്ക് ഇനി മസാലകളെല്ലാം കൂടി ചേർക്കാം. മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ, മല്ലിപ്പൊടി 2 ടീസ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ, കുറച്ച് കളർ വേണമെന്നുള്ളവർക്ക് ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിനോടൊപ്പം 1/2 ടീസ്പൂൺ ഗരം മസാല, കൂടെ തന്നെ കുരുമുളക് പൊടി ഒരു 1/2 ടീസ്പൂൺ. വെളിച്ചെണ്ണ കുറവായിട്ട് തോന്നുകയാണെങ്കിൽ ഈ സമയം നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. മസാലകളെല്ലാം നന്നായിട്ട് മരിഞ്ഞതിന് ശേഷം നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന 600 ഗ്രാം കൂന്തൽ ഇതിലേക്ക് ആഡ് ചെയ്യാം. ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ കൂന്തലൊന്ന് തിളച്ചിട്ടുണ്ട്. ഈ സമയം തന്നെ കുറച്ചധികം വെള്ളം ഇതിനകത്ത് വരുന്നുണ്ട്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. നമുക്കിത് വേവിക്കാനായിട്ടൊരു കുക്കറിലേക്ക് നമുക്ക് ഇട്ടിട്ട് വേവിക്കാം. കുക്കറിൽ ഇട്ടിട്ട് 3 വിസിൽ അടിപ്പിച്ചിട്ടുണ്ട്. ഇതിന് ശേഷം വിസിലെല്ലാം പോയി കഴിഞ്ഞാൽ നമുക്കൊന്ന് തുറന്നു നോക്കാം. ചാറ് എക്സ്ട്രാ വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ വേറെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട. നമുക്ക് നന്നായിട്ടൊന്ന് ചട്ടിയിലേക്ക് ഇട്ടിട്ട് പറ്റിച്ചെടുക്കാം. കൂന്തൽ വെള്ളമൊക്കെ വറ്റി ഈ ഒരു പരിവ് എത്തുമ്പോൾ നമുക്ക് ഇതിലേക്ക് ലാസ്റ്റായിട്ട് ചേർക്കേണ്ട കറിവേപ്പില ഒരു തണ്ട് പച്ചന തന്നെ നന്നായിട്ട് അങ്ങോട്ട് ചേർക്കാം. പിന്നെ ഒരു ഇത്തിരി വെളിച്ചെണ്ണ, നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ചട്ടി അടച്ചു വെക്കാം. ഈ സമയം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ കൂന്തൽ റോസ്റ്റ് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതോടൊപ്പം തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.